അന്യണ്ടാ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗലാട്ട കല്യാണം മിനി സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ബാക്കി എപ്പിസോഡുകൾ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വരാടാ, എന്നാലേ നിങ്ങൾക്ക് കഥ മനസ്സിലാവൂ. ഇത് ഞാൻ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ടാവുമെന്നറിയാം. ഇനി പറയില്ല. സ്ട്രെയിറ്റ് FFകൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഹാർട്ട്ലി റിതം എന്ന് പറയുന്ന ഒരു FF ഓൺഗോയിങ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി പോകുന്നുണ്ട്. അതൊരു കോമഡി റൊമാൻറ്റിക് കോളേജ് ലവ് സ്റ്റോറിയാണ്. ഷിപ്പിങ്ങോ BLO ഒന്നുമല്ല. സോ താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ അമിഗോ ഇൻഡിമോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് FF കൂടി നമ്മുടെ ചാനലിലുണ്ട്. ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള FF ആണ്. സോ അതും കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടിട്ട് വരാടാ. പ്യുവർ ഫ്രണ്ട്ഷിപ്പാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അധികം വൈകാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഇപ്പോൾ കാണിക്കുന്നത് ജിമിനെയും യൂങ്കിജിനെയും ആണ്. ഡേ ഒരു ഐഡിയ പറഞ്ഞു താടാ. എന്നെ ഇങ്ങനെ കുലുക്കല്ലേ, എനിക്ക് തല ഇറക്കമുള്ളതാണ്. നീ എന്നെ ഇങ്ങനെ കുലിക്കുക, എൻ്റെ ബുദ്ധി ചിലപ്പോൾ തെറിച്ച് ആ മരത്തിന് മണ്ടയ്ക്ക് പോവും. അപ്പോൾ ജിമൻ ഒന്ന് സ്റ്റക്കായിട്ട് ആ മരത്തിലേക്ക് നോക്കുകയാണ്. അമ്മോ, ഇതെന്തോ ഞാൻ 3ആയിട്ടൊക്കെ കാണുന്നു. തല ഇറങ്ങണ പുല്ല്. അപ്പോഴേ ഞാൻ ആ പേട്ടുത്തലേനോട് പറഞ്ഞതാണ്, എന്നെ ഇട്ട് ഇങ്ങനെ കറക്കല്ലേ, എനിക്ക് തല ഇറക്കമുള്ളതാണെന്ന്. കേട്ടില്ല. എനിക്കിപ്പോൾ 3ആയിട്ടൊക്കെ കാണില്ലേ. എവിടെ ഇരിക്കോ എന്തോ. മരം കിട്ടിയടാ, കിട്ടി. നീ ഒരു സംഭവം തന്നെട്ടാ. ഞാനാ ദേഹം മുഴുവനും ബുദ്ധിയും കൊണ്ട് നടക്കല്ലേ. എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ കൂടെ വന്ന നേരം മുതൽ എൻ്റെ ബോഡി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അറിയാണ്ടൊന്നും ചെയ്തില്ല. എന്തോ നീ പറയണ? അല്ല, നീ എന്താ ചോദിച്ചേ? കറക്കിയപ്പോ ബുദ്ധി യഥാർത്ഥത്തിൽ ആ മരത്തിന്റെ മണ്ടേ പോയോ? ദൈവമേ. എടാ, ഞാൻ പറഞ്ഞത് നീ ഭയങ്കര ബുദ്ധിമാനാണെന്നാണ്. അതായിരുന്നു. നീ ഇങ്ങനെ ഓരോ സത്യങ്ങൾ വിളിച്ച് പറയല്ലേ ചെറുക്ക. നാസക്കാര് വരെ എന്നെ അന്വേഷിച്ച് നടക്കാണ്. എന്തിനടിക്കാനാ? പെടേ കളിയാക്കണ്ടേ. അവിടെ ഒന്ന് കളിച്ചോണ്ടിരിക്കാതെ ഇങ്ങോട്ട് വാടാ, സമയം കളയാനില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്നിട്ട് ജിമിൻ സുഖയും കൊണ്ട് നേരെ ചെല്ലുന്നത് ആ വലിയ മരത്തിന്റെ മുമ്പിലാണ്. അപ്പോൾ ജിമിൻ ഷീ അതിന്റെ ടോപ്പ് ടു ബോട്ടം വരെ നോക്കാണ്. എന്നിട്ട് അതിൽ പിടിച്ച് എത്ര സ്ട്രോങ് ആണെന്ന് നോക്കാണ്. അപ്പൊ യൂങ്കിച്ചൻ വന്നിട്ട്, ഡേയ് എങ്ങോട്ട് മാറിയിക്കടാ, നീ തള്ളിയാലൊന്നും ഇത് മാറൂല. നീളം ഭയങ്കര സൈസാണല്ലോ. കൊള്ളാം. നീ അകത്ത് പോയി സാറേനെയും കൂട്ടി വാ. ഞാനപ്പോൾ ഈ മരവും മുറിച്ച് സെറ്റാക്കാം. ചെന്നിൻ്റെ വണ്ടി വിളിക്കാം. അപ്പുറത്തെ ഫോറസ്റ്റ് ഓഫീസർ കടമായിട്ട് തന്നതാണ് ഈ മരം എന്ന് പറയാം. മണ്ടൻ വിശ്വസിച്ചോളും. അയ്യോ എടാ പൊട്ട, അതൊന്നും അല്ല. പിന്നെ നീ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ടൈം ചെറുതായിട്ടൊന്ന് സ്കിപ്പാവുകയാണ്. ഇപ്പോൾ ജിമിനും സുഖയും ആ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുകയാണ്. ഇതായിരുന്നല്ലേ നിന്റെ ഐഡിയ? ഡേ, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. എന്താളിയാ? അല്ല, ഈ സാറയ്ക്ക് വല്ല ചാട്ടവും ബഹളവും ഒക്കെ എന്നെ കാണുമ്പോ ഉണ്ട്. അതല്ല, വേറെ ആരോടെങ്കിലും. അവൾ അത്ര കാര്യമൊന്നുമല്ല. എടാ, നീ ഇത്ര ഒച്ചയിട്ടൊന്നും പറയല്ലടാ, ഞാനിപ്പോ പേടിച്ച് മൂട്ടിപ്പോയേനെ. കൺട്രോൾ സുഖ, കൺട്രോൾ. അങ്ങനെ ആർക്കും ഒരു ചാട്ടം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഇത്രയും വലിയ കൊടുമുടിയൊക്കെ കെട്ടിപ്പൊക്കി വെച്ചേക്കുന്നത്? ഫോർ ദയർ സേഫ്റ്റിടാ. സേഫ്റ്റി? ഇപ്പൊ ഇതൊക്കെ കാരണം കഷ്ടപ്പെടുന്ന ആരാ? ഞാൻ. നീ കഷ്ടപ്പെടുന്നതിന് ഒരു റീസൺ ഉണ്ട്. നീ ഭാവിയിൽ ഇതിന്റെ ഓണറായിട്ടൊക്കെ വരുമല്ലോ. പക്ഷെ നീ എന്നെ നോക്കിയേ, നിനക്ക് വേണ്ടി കൂട്ടിന് വന്നേക്കനാണ് ഞാൻ. എനിക്ക് ഭാവിയിൽ ഇതിന്റെ പേരിൽ എന്തുണ്ടാണ് കിട്ടാൻ പോണേ. ചിലപ്പോ നിന്നെ സഹായിച്ചത് ഞാനാണെന്ന് അറിഞ്ഞോ പിന്നെ എന്റെ വാസം അങ്ങ് ജയിലിലായിരിക്കും. ശേ, അതെന്ത് പറച്ചിലാടാ നീ പറയണേ? നീ എന്നെ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചേക്കണേ? നീ നോയിക്കോ, ഞാൻ നിന്നെ കൊണ്ട് സ്വർണം വരിക്കും. സ്വർണം ഒന്നും വേണ്ട, എന്റെ പേരിൽ നീ കാക്കകൾക്ക് പാർട്ടി കൊടുക്കാണ്ടിരുന്നാ മതി. മനസ്സിലായില്ലേ? നിന്നെ സഹായിച്ചത് ഞാനാണെന്നറിഞ്ഞ് അവരെന്നെ തല്ലിക്കൊന്ന പിന്നെ കാക്കകൾക്ക് ബലിച്ചോറ് കൊടുക്കൂലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ കാരണം ഒരു കാക്കകൾക്ക് നീ പാർട്ടി കൊടുക്കണ്ട. ഡേയ്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യോ? നീയല്ലേ, നിന്നെ വിശ്വസിക്കാൻ പറ്റൂല. മതി ബാ, കുറെ നേരമായി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വാ, കമോൺ. എന്റെ കൈയും കാലും വരയ്ക്കുന്നേ. എടാ, നമുക്ക് ഇതിന്റെ അപ്പുറത്ത് ഇറങ്ങണോ? വേണം. എടാ, ഇങ്ങനെ തന്നെ ഇറങ്ങണോ? നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കിയാ പോരെ? വേണ്ട, ഇങ്ങനെ തന്നെ ഇറങ്ങണം. മുടിയാനായിട്ട്.
ആ മരത്തിലെ ഇവരിയ്ക്കുന്ന കൊമ്പില് ഏറ്റവും അറ്റ ഭാഗത്ത് ഒരു കയറിട്ടിട്ട് ആ മാൻഷന്റെ കോമ്പൗണ്ടിലോട്ട് കയർ ഇറക്കുവാണ്. അവിടുന്ന് ബ്ലാക്ക് കോട്ട് ചെയ്താ ഇപ്പൊ കാണിക്കുന്നത് പുറത്താണ്. ടേയും ജെക്കയും ഓടി ഓടി ആ മാൻഷന്റെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ജെക്കെ വാ ഇവിടെ കയറാം, ഇവിടെ ആവുമ്പോ ആവശ്യത്തിന് ഫുഡും കിട്ടും, അടിച്ചു മാറ്റുകയും ചെയ്യാം. ഓക്കെ ഏട്ടാ. അപ്പൊ നമ്മുടെ പുറകെ പറഞ്ഞ പോലീസുകാരനാ. എടാ മോനെ കുട്ട, നമ്മൾ ആ പോലീസുകാരൻ കാണാണ്ട് ഒളിച്ചിരിക്കണ്ടേ? ആ വേണം. അപ്പൊ നമ്മൾ ഇവിടെ ഒളിച്ചിരിക്കാൻ പോവാണല്ലേ ഏട്ടാ? വാ അതിരി വാ പൊത്തി വാ എന്നും പറഞ്ഞു ആ മെയിൻ ഗേറ്റ് വഴി രണ്ടും കൂടി കയറി പോവാണ്. ഇവിടെ ഈ കുടുംബത്തിൽ വരേണ്ട ഒരു ഭാവി മരുമോനും അവന്റെ ഫ്രണ്ടും മരത്തിൽ കയറിയിരിക്കുകയാണ് ഈ മാൻഷനിലൊന്ന് കയറിപ്പറ്റാൻ വേണ്ടിയിട്ട്. അതേസമയം 2 കള്ളന്മാര് ഈസി പീസി ലെമൺ സ്ക്യൂസി ആയിട്ട് ഫ്രണ്ട് ഗേറ്റ് വഴി തന്നെ കയറി ചെല്ലാണ്. എന്താ അല്ലേ? അവിടുന്ന് കട്ടിയതാ ഇപ്പൊ കാണിക്കുന്നത് ജിമിനെയും യോങ്കിച്ചനെയാണ്. ഒരുപാട് നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ആ മാൻഷൻ കോമ്പൗണ്ടിൽ കയറുവാണ് രണ്ടുപേരും. അപ്പൊ ജിമിൻ എടാ ഞാൻ പോയി സാറേ കണ്ടുപിടിച്ചിട്ട് വരാം. ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. നീ എന്താന്ന് വെച്ചാ ചെയ്, പക്ഷെ ഒരു കാരണവശാലും ആർക്കും നിന്റെ മേലെ ഒരു ഡൗട്ടും വരാൻ പാടില്ല കേട്ടല്ലോ. അതൊക്കെ ഞാൻ ഏറ്റി. ചീള് കേസ്. ബൈ. പോയി പോയി. എന്ത് സാധനമാണോ? യുങ്കിച്ചൻ അവിടെ നിന്ന് നടന്ന് നേരെ വരുന്നത് ഫുഡിന്റെ സൈഡിലേക്കാണ്. ബൊഫെ ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് കുറേ ഫുഡ് ഐറ്റംസ് വാരി എടുത്ത് യുങ്കിച്ചൻ ഒരു ടേബിളിൽ വന്നിരിക്കാണ്. അവിടെ ഓൾറെഡി 2 പേരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോ ആ ടേബിളിലെ ഒരു പ്ലേറ്റില് ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് യുങ്കിച്ചൻ എടുക്കാൻ പോകുന്നതും ടപ്പേന്നൊരു അടി കിട്ടുവാണ് കൈക്കിട്ട്. അപ്പൊ യുങ്കിച്ചൻ ഞെട്ടി നോക്കുമ്പോ ഭയങ്കര കലിപ്പില് ജെക്കെ യുങ്കിച്ചനെ നോക്കിയിരിക്കാണ് 2 ചിക്കൻ കാലും കടിച്ചു പിടിച്ച്. അപ്പോ ഇതിവിടെ അതിന്നൊന്നും എടുക്കാൻ നിൽക്കണ്ട, അതിനെനിക്കിപ്പോൾ ഒരെണ്ണം കിട്ടിയുള്ളൂ. നല്ല വേദന കൊണ്ടരത്തലേ. ആരായത്? അനിയന. കൊച്ചു കുട്ടികളുടെ മനസ്സാ, കൊട്ടിച്ചാത്തൻ്റെ മനസ്സ്. ഇവിടെ ഇരുന്നോ? താങ്ക് യു. അങ്ങനെ അവിടെ ഇരുന്ന് 3 പേരും കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ യുങ്കിച്ചനെ സൈഡ് കണ്ണ് വെച്ച് ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ സ്കാൻ ചെയ്യാണ്. എന്താ അല്ലേ, ജനിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ പോലെയൊക്കെ ജനിക്കണം. നല്ല ബ്രാൻഡഡ് ഷർട്ട്, ബ്രാൻഡഡ് പാൻസ്, നല്ല റിസ്റ്റ് വാച്ച്. വാ, ചോയ് മുത്തശ്ശന്റെ ബന്ധുവായിരിക്കും ഈ ചെറുക്കൻ. കോടിയിൽ കിടന്ന് വിരവുമായിരിക്കും. ദൈവമേ, അടുത്ത ജന്മം എന്നൊന്നുണ്ടെങ്കിൽ ഞങ്ങളെയും ദൈവനെ പോലെ ജനിപ്പിക്കണം. കൂടെ ഈ പൊട്ടന് കുറച്ച് ബുദ്ധിയും കൂടെ കൊടുക്കണേ. അതാവുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കേണ്ടി വരൂലല്ലോ. ഈ വാച്ചിനും എല്ലാത്തിനും കൂടി തന്നെ ഒരുപാട് ക്യാഷ് ആയി കാണുമല്ലേ? എന്തായാലും കിടക്കണുണ്ടല്ലേ ഓടാത്തൊരു പരട്ട വാച്ച്, 100 രൂപയുടെ ഷർട്ട്, 450 രൂപയുടെ ചെരുപ്പ്. ഇതെല്ലാം പിന്നെ ഓസിനായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നിന്ന് വല്ലതും തടഞ്ഞ ഞങ്ങളും രക്ഷപ്പെട്ട്. അപ്പൊ യുങ്കിച്ചൻ നോക്കി ചിരിക്കാണ്. അതുകൊണ്ട് തിരിച്ച് നോക്കി ചിരിക്കാണ്. അപ്പൊ ഇവിടെ യുങ്കിച്ചന്റെ മൈൻഡ് വോയിസ്, ദൈവമേ ഇവന്മാരുടെ ഗെറ്റപ്പ് കണ്ടിട്ട് കോടിപതികളാണെന്ന് തോന്നണുണ്ട്. സാറയുടെ ബന്ധുവായിരിക്കും. ഒന്നും മിണ്ടണ്ട, ഒന്ന് ബഹുമാനിച്ചേക്കാം. ജനിക്കുവാണെങ്കിൽ ഇവന്മാരെ പോലെയൊക്കെ ജനിക്കണം. എന്നും ഇങ്ങനെ അടിപൊളി ഫുഡെങ്കിലും തിന്നായിരുന്നു. കണ്ടിട്ട് നല്ല ക്യാഷ് ഉള്ള ടീംസ് ആണെന്ന് തോന്നണു. ആ വാച്ച് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇത് പൊക്കണം. ജിമിനറിനെ എന്നെ കൊല്ലൂലേ? അതിനവൻ അറിയുന്നില്ലല്ലോ. ദൈവമേ, നീ എന്നെ കള്ളനാക്കോ? ഇത് കള്ളത്തരമൊന്നും അല്ലല്ലോ. ഇല്ലാത്തവൻ ഉള്ളവന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ല, എങ്ങനാ വന്നേ? എന്താ? അല്ല, നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് വന്നേന്ന്? അതോ, ദൈവം സഹായിച്ച് ഞങ്ങൾ വറന്നാ വന്നത്. ഫ്ലൈറ്റ് ഇറങ്ങി വന്നതാണ് ഇത്ര സിമ്പിളായിട്ട് പറയണത്. ചെറുക്കം പാരീസോ ലണ്ടനോ ആണ്. അല്ല, ബ്രോ എങ്ങനെയാ വന്നത്? ഞാനാ? ഞാൻ മുകളിൽ നിന്ന് സേഫായാ ലാൻഡ് ചെയ്തത്. കാലിന് ഇപ്പോഴും ഉണ്ട് ഒരു പിടുത്തം. ഓക്കെ. സ്വന്തമായിട്ട് ഹെലികോപ്റ്ററൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഗമ ആ മുഖത്തില്ല. എന്തൊരു എളിമയുള്ള മനുഷ്യൻ. ഞാനും സമ്പാദിച്ച് ഇതുപോലെ എളിമ വാരിക്കോരി കൊടുക്കുന്നൊരു മുഖത്തിന് ഉടമയാവും. ചേട്ടാ, കടലാസാ? നീ വന്നോന്ന് കടലാസം തിന്നാൻ തുടങ്ങിയോടെ? അയ്യോ, അതല്ലടോ ചേട്ടാ, ഈ തൈരും സവാളയും തക്കാളിയൊക്കെ ഇട്ട് ഒരു സാധനം ഉണ്ടാക്കൂലേ? എടാ, മത്തങ്ങ തലേ അത് സലാഡ്, അല്ലെങ്കിൽ ചള്ളാസ് എന്ന് പറയും, അല്ലാണ്ട് കടലാസം മണ്ണാങ്കട്ടയൊന്നും അല്ല. എന്തായാലും നിങ്ങൾക്കത് മനസ്സിലായല്ലോടാ ഏട്ടാ. ഇങ്ങോട്ടിട്. മരപ്പാണ്ടി മനുഷ്യനെ വളരാനും അനുവദിക്കൂല. കേറ്റ്. മതി. ഇനി വേണേ ഞാൻ പറയാം. ഇനി വേണേ പറയാന്നാ?
അപ്പൊ ഇത് നിർത്താനൊരു ഉദ്ദേശമില്ലേ നിനക്ക്? അല്ല, ഇതിനും മാത്രം സലാഡ് ഇവൻ എന്തിനാ മുങ്ങി കുളിക്കാനാ? ഹോ ഭയാനകം. എന്നിട്ട് യുങ്കിച്ചന്റെ മുഖത്ത് നോക്കുകയാണ്. യുങ്കിച്ചനാണെങ്കിൽ ഇവർ രണ്ടുപേരും കാണിക്കുന്നത് അത്ര ഇങ്ങനെ നോക്കിയിരിക്കാണ്. നാട്ടിച്ച് പോന്നി. കുറെ നാളായി ഞങ്ങള് നാടൻ ഭക്ഷണം കഴിച്ചിട്ടേ, അതിന്റെ ഒരു മനസ്സിലായി. ഫുൾ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ, പിന്നെ എങ്ങനെയാ നാടൻ ഭക്ഷണം കഴിക്കാൻ കിട്ടും? ലക്കി ഫെല്ലോസ്. അവിടുന്ന് കട്ട് ചെയ്താ ഇപ്പൊ കാണിക്കുന്നത് ഹോബിച്ചനെയാണ്. യൂങ്കിച്ചനും ജിമിൻഷിയിൽ നിന്ന് അതേ സ്ഥലത്താണ് ഹോബിച്ചനും ഇപ്പൊ വന്ന് നിൽക്കുന്നത്. മാനം മുട്ട ഇത്രയും വലിയ മതിൽ എന്തിനാണാവോ ഈ കെട്ടി വെച്ചേക്കണേ? ഇനി വല്ല മ്യാരക കാട്ടുമൃഗങ്ങളെയും പൂട്ടിയിട്ടേക്കുന്ന സൂ വല്ല ആണോ? ശരി, അല്ലല്ല. ഇതെവിടെ കൂടെ കേറും ഞാൻ? ഈ മരത്തിൽ കൂടെ കേറിയാലോ? ചേച്ചേ റിസ്കി പ്ലാൻ. ഫ്രണ്ടിൽ കൂടെ കയറിയാലോ? ചേച്ചേ അതും വേണ്ട. നീ എന്താ ഇങ്ങനെയൊക്കെ ആലോചിക്കണേ? കുറച്ച് ബുദ്ധിപരമായി ആലോചിക്കേ. ഇനി എങ്ങനെ കേറും? അങ്ങനെ ഹോബിച്ചൻ ആ വീടിനകത്തേക്ക് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാണ്. അപ്പോ ആ മതിലിനോട് ചേർന്ന് നിന്ന് ആ മരത്തിന്റെ അപ്പുറത്തെ വശത്തായിട്ട് ഒരു വാതിൽ കാണുകയാണ് ഹോബിച്ചൻ. അതായത് ഈ മരം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ വാതിൽ അവിടെ ഉള്ളത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കൂല. പക്ഷേ ഹോബിച്ചന്റെ കഴുകൻ കണ്ണുകൾ അത് കണ്ടുപിടിക്കുകയാണ്. സോ ആ വാതിൽ വഴി അകത്തേക്ക് കയറുവാണ് ഹോബിച്ചൻ. അപ്പോ കയറായിരുന്നു. നാണം കെട്ടി. ഇതാരീ മരത്തിൽ കയറൊക്കെ കെട്ടിയിട്ടേക്കണേ? ഷീം. ഇത്രയും വലിയ വാതിൽ ഇവിടെ ഉള്ളപ്പോ ഈ മരത്തിൽ കയറി കെട്ടിയിട്ടിരിക്കുന്ന മണ്ടനാരാണാവോ? കൊണ്ടിരുന്നെങ്കിൽ അവനെ അങ്ങ് തട്ടിക്കളയായിരുന്നു. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ സാധനങ്ങളും കൊണ്ട് വന്നേക്കും. അല്ല, നീ ഇതന്വേഷിക്കാനാണോ ഇവിടെ വന്നേക്കണേ? അല്ലല്ലോ. നിന്റെ ജോലി നോക്ക് ഹോബി. എത്തിക്സ് പ്രകാരം കുഞ്ഞു കുട്ടികളെയും പ്രായമായവരെയും ഒന്നും ചെയ്യാൻ പാടില്ല. യെസ്, കം ഓൺ ഹോബി, യു ക്യാൻ ഡു ഇറ്റ് എന്ന് ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നത് ഓടിക്കൊണ്ടിരുന്നത് നമ്മുടെ പോലീസുകാരനെയാണ്. അതായത് നമ്മുടെ ജിന്നേട്ടനെ. മനുഷ്യനിവിടെ കഷ്ടപ്പെട്ട് ഓടി ചോയ് മാൻഷന്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഓമാരിത് എങ്ങോട്ടാണോ പോയി അപ്രതീക്ഷയായത്? ഒന്ന് കണ്ണു തെറ്റിയപ്പോഴേക്കും മാഞ്ഞു പോയാ. അയ്യാ, ഇവിടെ ഈ വീടിന് മുന്നിൽ വരെ ഇവന്മാർ ഓടിയെത്തുന്നത് ഞാൻ വ്യക്തമായി കണ്ടതാണല്ലോ. ഇനി ഇവന്മാര് ഈ ചോയ് മാൻഷനിൽ കയറിയിട്ടുണ്ടാ? അങ്ങനെയൊന്നും ഉണ്ടാവൂല. ഇൻ കേസ് ഇനി കയറിയിട്ടുണ്ടെങ്കിലാ? അയ്യോ, എൻ്റെ തൊപ്പിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടാവൂല്ലോ. എൻ്റെ ദൈവമേ, ആരോട് ചോദിക്കാനും പറ്റൂല. എന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കാം. എങ്ങാനും ഇവിടുന്ന് കിട്ടണമെങ്കിലാ എൻ്റെ തൊപ്പിയുടെ കാര്യവും സേഫോ? അത് തന്നെ നല്ലത് എന്ന് പറഞ്ഞ് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ആ മാൻഷന്റെ തുറന്നു കിടക്കുന്ന ഫ്രണ്ട് ഗേറ്റ് വഴി കയറി പോവാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ബ്രൈഡ് ഇരിക്കുന്ന ഭാഗത്തേക്കാണ് കണ്ണു പോകുന്നത്. ദൈവമേ, ആ കാലമാടൻ ഇവിടെ ഉണ്ടാവരുതേ. ഇവിടെ തന്നെ ഉണ്ടല്ലേ. അവിടെ സാറയുടെയും ജൂണിച്ചിന്റെയും ചോയ്മുത്തശ്ശന്റെയും കൂടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണ് SI. ജിന്നേട്ടനാണെങ്കിൽ SI കാണാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. കറക്റ്റ് ആ SI പോസ് ചെയ്ത് നോക്കുന്നത് ജിന്നേട്ടന്റെ മുഖത്തോട്ടാണ്. ഈ മാക്കാനോട് ആ പേട്ട് കള്ളന്മാരെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിരുന്നതല്ലേ ഞാൻ? പിന്നെ എന്ത് മാങ്ങാത്തൊലിക്ക് ഈ മരത്തല്ലേ ഇങ്ങോട്ട് കയറി വന്നത്? ഇനി ഇവിടെ എങ്ങാനും വന്നോ ആ രണ്ട് പൊട്ടന്മാര്? എന്നാ ഈ ബജിക്കള്ളാൻ്റെ തൊപ്പി ഞാൻ പറപ്പിക്കും. പരട്ടക്കളവൻ പേട്ടത്തല SI ഇപ്പൊ എൻ്റെ തൊപ്പി പറപ്പിക്കുന്ന കാര്യമായിരിക്കും ആലോചിക്കണേ. ഒന്നും നടക്കാൻ പോകുന്നില്ല കാലമാടാ. ഞാൻ എങ്ങനെയും എൻ്റെ തൊപ്പി രക്ഷിക്കും. നോക്കോ, അവന്മാരെ ഞാൻ വെറുതെ വിടൂല. അങ്ങനെ രണ്ടുപേരും മുഖത്തോട്ട് നോക്കി നിൽക്കാണ്. ജിന്നാട്ടനാണെങ്കിൽ ഒരു ഇന്നസെന്റ് ഫേസ് ഒക്കെ വെച്ചിട്ടാണ് SIയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈം അവിടെ നിന്ന് ചോയ്മുത്തശ്ശൻ വേറെ എങ്ങോട്ടേക്കോ പോവാണ്. അപ്പോൾ കറക്റ്റ് ജിന്നേട്ടൻ അവിടെ ആരോ ഒരാൾ ടേബിളിൽ വെച്ചിട്ട് പോയ ഗിഫ്റ്റ് എടുത്ത് നേരെ സാറയുടെ അടുത്ത് പോയി ഗിഫ്റ്റും കൊടുത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക? ജിന്നേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റും കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിട്ട്. ഇത് SI കണ്ടിട്ട് ജിന്നേട്ടനെ അവിടെ നിന്ന് വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുവാണ്. ഡെജിൻ, നിന്നോട് ഞാൻ നിന്റെ ഈ മാക്രി കണ്ണ് ആ രണ്ട് പേട്ട് കള്ളന്മാരുടെ മേത്തുണ്ടാവണം എന്നല്ലേ പറഞ്ഞേ? പിന്നെ നീ എന്തിനാണ് അത് വിട്ടിട്ട് ഞങ്ങളുടെ പുറകെ ഇങ്ങോട്ടേക്ക് വന്നത്? സാർ എൻ്റെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്യരുത്. ഈ വൈകുന്നേരം വരെ എൻ്റെ ഈ രണ്ട് കണ്ണ് അവന്മാരുടെ മേത്ത് തന്നെ ആയിരുന്നു. എന്നിട്ട് എന്താവാൻ? അവന്മാർ രണ്ടും ബുസാനിലോട്ട് ബസ് കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടാ ഇപ്പൊ ഈ റിസപ്ഷൻ വന്നത്. ബുസാനിലോട്ടോ ബസ് കയറിയ? അതെന്തിനായിരിക്കും? അല്ല, നീ റിസപ്ഷന് വരുന്നതിന് എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? അത് സർ, സാറിനെ പോലെ അല്ല ഞാൻ. ഇതെന്റെ ഫ്രണ്ടിന്റെ പെങ്ങളുടെ കല്യാണ റിസപ്ഷനാ. ഓ, അപ്പൊ നീ ആ കുട്ടിയുടെ ചേട്ടനായിട്ടുള്ള ജൂണിന്റെ കൂടെ അങ്ങ് ഇംഗ്ലണ്ടിലാണല്ലേ പഠിച്ചത്?
ഇംഗ്ലണ്ടാ? അല്ല സർ, അവൻ ഹൈസ്കൂൾ വരെ ഇവിടെയാ പഠിച്ചേ. അത് കഴിഞ്ഞാൽ അവൻ ഇംഗ്ലണ്ടിലേക്ക് കയറിപ്പോയത്. ഹൈസ്കൂൾ വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ച, ഒരേ ബെഞ്ചിലിരുന്ന്. യുനോ, ഈ പച്ചിക്കള്ളം പറയുന്നതിന് ശരിയാണോ? അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. വിശ്വസിക്കാതിരിക്കാനും വയ്യ. ദൈവമേ, സംഭവിച്ചോ? സാറിനിപ്പോഴും എന്നെ വിശ്വാസമായില്ലല്ലേ? ഇല്ല, ഒട്ടും ആയിട്ടില്ല. പന്നകളാവൻ, ഞാൻ തെളിയിച്ചു തരാം സാർ. തെളിയിച്ചതാ, എന്നാ ഞാൻ വിശ്വസിക്കാം. ആഹാ, അത്രയ്ക്കായ? ദൈവമേ, കാലമാട വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നടന്നാൽ മതിയായിരുന്നു എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജിനേട്ടൻ നേരെ റിസപ്ഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ജൂണിച്ചന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താ ഇപ്പോൾ കാണിക്കുന്നത് ഹോബിച്ചനെയാണ്. ഹോബിച്ചൻ കയറി വരുമ്പോൾ തന്നെ അവിടെ കുറെ കുഞ്ഞു പിള്ളേരൊന്ന് കളിക്കുന്നുണ്ട്. ഹായ് പിള്ളേരെ. എന്താടാ പറ്റി? അല്ല ഹോബ, കൺട്രോൾ. എന്താ പിള്ളേരെ, സുഖാണോ? എന്തേ സുഖം കുറവാണെങ്കിൽ ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കി തരുമോ? മൂത്തരെ ബഹുമാനിക്കാൻ പഠിക്കണ കുട്ടൂസന്മാരെ. മൂത്തതാ ലുട്ടാപ്പി ഞങ്ങളെ കുട്ടൂസാന്ന് വിളിക്കുന്ന നോക്കിക്കേ. മാക്രുകളെ നിന്നെയൊക്കെ ഞാൻ പോടാ ചോർത്തോളെ, വാടാ, ഇവനോടൊന്നും നമ്മൾ സംസാരിക്കാൻ നിൽക്കണ്ട. കൺട്രി ഫെല്ലോസ് എന്നും പറഞ്ഞ് ആ കുഞ്ഞു പിള്ളേരുടെ ഗ്യാങ് അവിടെ നിന്ന് ഓടിപ്പോവാണ്. കൺട്രി ഫെല്ലോസാ? മാക്രുകള്, അയ്യോ കുട്ടിപ്പിശാശികള്, ഇതൊക്കെ എന്തോന്ന് ആറ്റം ബോംബുകളാ. ഞാൻ എത്തിക്സ് നോക്കുന്ന ഒരാളായത് ഈ കുട്ടിപ്പിശാശികളുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പൊ കാണാറുണ്ട് എല്ലാണത്തിനെ ഞെരിച്ച് ഇതുങ്ങളെ അങ്ങ് തട്ടിക്കളഞ്ഞാലാ. നോ ഹോബാ, കൺട്രോൾ യുവർ ആങ്കർ. ഇതിനെയൊക്കെ എങ്ങനെയാണാവോ ഇതിന്റെ വീട്ടുകാരൊക്കെ സഹിക്കണേ. അയ്യോ, ഇതിനെയാണോ ഇനി ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്? അൺസഹിക്കബിൾ. എന്നിട്ട് ഹോബിച്ചൻ അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കാണ്. ആ ടൈം അവിടെ ഒരു മുത്തശ്ശി ഇരിക്കാനൊരു സ്ഥലം നോക്കി നിൽക്കാണ്. അയ്യോ പാവ മുത്തശ്ശി എന്നും പറഞ്ഞ് ആ മുത്തശ്ശിക്ക് വേണ്ടിയുള്ള സീറ്റിനടുത്ത് ആ മുത്തശ്ശിയെ കൊണ്ടുവന്ന് ഇരുത്തുവാണ്. അപ്പോ പോടാ ചേർക്ക അവിടുന്ന്, ഓട്ടി നിൽക്കാൻ വന്നേക്കുന്നു അവൻ. അയ്യ, ഓട്ടി നിൽക്കാൻ പറ്റിയ സാധനം ഈ തള്ളേ. ഞാൻ ഇന്ന് നോ കൺട്രോൾ ഹോബ, കൺട്രോൾ. അല്ലടാ കൊച്ചനെ, നീ മറ്റേ ആ ഹാൻഡിലിയുടെ മോനല്ലയോ? അതെ. എനിക്കറിയാം. ഞാനറിയാതെ ഈ നാട്ടിലെ ഒരു പെങ്കൊച്ചുങ്ങളും ഇതുവരെ പറ്റിയിട്ടില്ല. നിനക്കറിയാമോടാ? ഈ തള്ളയായിരുന്നു ഇവിടുത്തെ വൈറ്റാട്ടി. നീ കേൾക്കണുണ്ടാ? പറ മുത്തശ്ശി. നിന്നെ ഞാൻ കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്തിനാണാവോ? നിന്നെ ഞാൻ കുഞ്ഞിലേ കണ്ടതാണ്. വലുതായപ്പോൾ നീ കാനഡയ്ക്കോ മറ്റോ പോയെന്നാ ഞാൻ അറിഞ്ഞത്. ഞാനോ? എപ്പോ? ഈ കാനഡയിലല്ലായിരുന്നോ? ആയിരുന്നു. അയ്യോ, അല്ല, നിനക്ക് വല്ല ജോലിയായോ മക്കളെ? ആസ് എക്സ്പെക്റ്റഡ്. ഈ തള്ളമാർക്ക് വേറെ ഒരു പണിയുമില്ലേ? എന്തോന്നാ മക്കളെ, ഇപ്പോഴും ജോലിയൊന്നും ആയില്ലല്ലയോ? അതെന്തേനെ തള്ളേനെയും ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കല്ലേ? നിന്റെ ഈ പ്രായത്തിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചെറുക്കായി. അവനിപ്പോ കോടികളാ സമ്പാദിക്കുന്നത്. അവനെയൊക്കെ കണ്ടു പടിയടാ മടിയൻ ചെറുക്കാ നീ. വംശനാശം സംഭവിക്കേണ്ട തള്ള ഇവരെ ഞാനിന്ന് വേണ്ട ഹുബാ, വേണ്ട, ഒറ്റയടിക്കില്ല. ഏതാടാ കൊച്ചനെ, നീ നിന്റെ വായിൽ പഴം പുഴുങ്ങി വച്ചേക്കണ? പഴമല്ലളവി, പിണ്ണാക്ക്. നിങ്ങൾ എൻ്റെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. ഞാൻ മഹാപെശക. നിങ്ങളാ ഞാൻ ഇന്ന് ഒടിച്ച് മടക്കി 2 പീസായിട്ട് ഞാൻ വെട്ടി നുറുക്കി ഒരു പെട്ടിയിലടച്ച് മൂടും. എന്താടാ മക്കളെ, നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണേ? മുത്തശ്ശിയെ നിനക്ക് അത്രയ്ക്ക് പിടിച്ചു പോയാ? എത്തിക്സ് ഹോബാ, എത്തിക്സ് മരമണ്ട എത്തിക്സ്. ആദ്യം തള്ളേനെ അങ്ങ് തട്ടിക്കളയണമായിരുന്നു. നോ. ആ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി പറയണമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാണ് ഹോബിച്ച ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവാണ്. ചെറുക്കാൻ കഞ്ചാവാണെന്ന് തോന്നണല്ല. എടിയേ സുമതിയേ, നീ അറിഞ്ഞാ നമ്മുടെ ഹാനിന്റെ മോൻ ചെറുക്കനില്ലേ, അവൻ കഞ്ചാവാണടി. എത്തിക്സ് നോക്കുന്ന ഒരു കൊലപാതകയായി പോയി ഞാൻ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഫംഗസ് കളവി, എന്റെ ദൈവമേ, എത്രയൊക്കെ ഉൾക്ക് ആർക്കും ഒന്നും പറ്റാണ്ട് പൊട്ടിപ്പോണ്. ഒരെണ്ണമൊക്കെ ആയിട്ട് കളവിയുടെ തലയിൽ വീണിരുന്നെങ്കിൽ. അവരുടെ ഒരു ചോർച്ചില്. കൺട്രോൾ ഹോബാ, കൺട്രോൾ. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഡ്യൂട്ടി. ഇനി ആ പേട്ട് കളവനെ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്നോ? അല്ല, അങ്ങേരെ വയസ്സനല്ലേ, എത്തിക്സിനെ ബാധിക്കോ? ബാധിക്കില്ല. ഇങ്ങനെ കൊല്ലം കൊട്ടേഷൻ എന്നെ തേടി വന്ന സ്ഥിതിക്ക് ഐ ആം ഇന്നസെന്റ്. പിന്നെ എല്ലാറ്റിനും ശേഷം ഒരു മെഴുകുതിരി കത്തിക്കാം, എല്ലാ പാപവും മാറിക്കിട്ടും. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പോൾ കാണിക്കുന്നത് ജിന്നേട്ടനെയാണ്. പുള്ളി ഇപ്പോൾ നേരെ വരുന്നത് റിസപ്ഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ജൂണിച്ചിൻ്റെ അടുത്തോട്ടാണ്. പോകുന്ന വഴിക്ക് തിരിഞ്ഞ് SI നോക്കുന്നുണ്ട്. പക്ഷെ SI ജിന്നേട്ടനെ തന്നെ കുറുകുറാന്ന് നോക്കി നിൽക്കാണ്. ജിന്നേട്ടൻ്റെ മൈൻഡ് വോയിസിൽ ദൈവമേ, ആ കാലം വേറെ എവിടേക്കെങ്കിലും നോക്കി നിൽക്കണേ.
ഓ ഇങ്ങേര് എന്തിനാ എൻ്റെ പിൻവശം നോക്കിക്കൊണ്ടിരിക്കുന്നത് മ്ലേച്ഛൻ. അയ്യോ ഇങ്ങേർക്ക് വേറെ ഒറ്റ പണിയില്ലേ എന്നും മനസ്സിൽ പുറത്തോണ്ട് നേരെ ജൂണിച്ചൻ്റെ അടുത്ത് പോവാണ്. ഹായ് ജൂണേ, നിനക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നാളായല്ലേ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട്. ആരാന്ന് മനസ്സിലായില്ല. എന്ത്, നിനക്ക് നിന്റെ ഈ ഫ്രണ്ടിനെ മനസ്സിലായില്ലെന്നോ? എത്ര മൃഗാത്മകം, എത്ര മൃഗീയാത്മകം. അയ്യോ മനസ്സിലാവാത്തല്ല, പേര് മറന്നു. അല്ല ഇതാരാ ഇത്? അയ്യോ എനിക്കറിയാൻ പാടില്ല, ഓർമ്മ കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഹോ, അപ്പൊ നീ അങ്ങ് ഇംഗ്ലണ്ടിലേക്കൊക്കെ പോയപ്പോ ഞങ്ങളെ അങ്ങ് മറന്നല്ലേ? സാരമില്ല, ഇതെന്തോന്ന് നാടകോ? അയ്യോ അപ്പൊ ഏതോ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അയ്യോ ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. നമ്മൾ എവിടെയായിരുന്നു ഒരുമിച്ച് പഠിച്ചത്? നീ പറയടാ, ഹൈസ്കൂൾ വരെ നീ എവിടെയായിരുന്നു പഠിച്ചത്? അത് JHS സ്കൂളിൽ. അവിടെയായിരുന്നു ഞാനും. എന്നാലും ഒരേ ബെഞ്ചിലിരുന്ന് നിന്റെ ഒപ്പം പഠിച്ച എന്നെ നീ മറന്നല്ലോ എന്നും പറഞ്ഞ് ചുമ്മാ അവിടുന്ന് പോകുന്ന പോലെ ആക്ട് ചെയ്യാണ്. അയ്യോ എടാ നീയായിരുന്നോ? എത്ര നാളായടാ നമ്മളൊന്ന് കണ്ടിട്ട്. ആഫ്റ്റർ എ ലോങ് ടൈം ഫൈനലി നമ്മൾ കണ്ടുപിട്ടി. നീ വല്ലാണ്ടങ്ങ് മാറിപ്പോയേട്ടോ എന്ന് പറഞ്ഞ് ജിനേട്ടനെ ഒന്ന് കെട്ടിപ്പിടിക്കാണ്. അയ്യോ ഇതൊന്നും പ്ലാനിലില്ലായിരുന്നല്ലോ. രമേ പണി പാളിയാ. എന്തായാലും SIയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടല്ലോ. കണ്ടിന്യൂ ഇല്ലെങ്കിൽ എന്തായാലും ഡൗട്ട് അടിക്കാം. എന്നാലും ഒടുവിൽ നീ എന്നെ മനസ്സിലാക്കി കളഞ്ഞല്ലോ അവിടെ. സന്തോഷായി. എന്നാ ഞാൻ പോട്ടെ. അല്ല നീ എവിടെ പോണെന്ന്? നീ ഇനി ഒരിടത്തും പോണില്ല. ശരിക്കും പെട്ട്. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പോൾ കാണിക്കുന്നത് ആരും ഇല്ലാത്തൊരു പ്ലേസിലാണ്. അവിടെ ഒരാൾ കുറെ എക്യുപ്മെന്റ്സ് എടുത്തു വെച്ച് നിൽപ്പുണ്ട്. ആ ആളുടെ കണ്ണൊക്കെ ഭയങ്കര റെഡിഷായി ഇരിപ്പുണ്ട്. ടു ബി കണ്ടിന്യൂഡ്. അടുത്ത നല്ലൊരു FF5 വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.